ബാക്ക് ടു ജെറുസലേം, പീഡനങ്ങളുടെ മണ്ണിൽ നിന്ന് പ്രത്യാശയുടെ യാത്ര. ചൈനയിലെ ക്രിസ്ത്യാനികളെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അവർ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചും ചൈനയിൽ തടവിൽ കഴിയുന്ന 10 ക്രിസ്ത്യാനികളെക്കുറിച്ചും ഞാൻ 3 വീഡിയോകളിലായി സംസാരിച്ചിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. ഹല്ലേലൂയ ന്യൂസ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചൈനീസ് പരമ്പരയിലെ 4ാമത്തെ വീഡിയോ ആണ്. വെറുപ്പിൻ്റെയും പീഡനങ്ങളുടെയും ചൈനീസ് ഭൂമികയിൽ പ്രത്യാശയുടെ ഒരു വലിയ സ്വപ്നം ജന്മമെടുത്തു. അത് പറന്നുയർന്നതിൻ്റെ ആവേശകരമായ കഥയാണ്. കഠിന പീഡനങ്ങൾ നേരിട്ടപ്പോഴും ചൈനയിലെ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് അസാധാരണമായ ഒരു ദൗത്യത്തിനായി ഒരുങ്ങുകയായിരുന്നു. അത് കേവലം ഒരു യാത്രയായിരുന്നില്ല, മറിച്ച് യെരുശലേമിനെ ലക്ഷ്യമാക്കിയുള്ള മഹത്തായ ഒരു മടക്കയാത്ര, ബാക്ക് ടു ജെറുസലേം. ഈ ദൗത്യം അക്ഷരാർത്ഥത്തിൽ ഒരു പൂർണ്ണ വൃത്തം പൂർത്തിയാക്കുന്നത് പോലെയാണ്. നിങ്ങൾക്കറിയാമോ, യേശുവിൻ്റെ സുവിശേഷം യെരുശലേമിൽ നിന്ന് പടിഞ്ഞാറോട്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒടുവിൽ ചൈനയിലേക്കും എത്തി. ഇപ്പോൾ സുവിശേഷത്തിൻ്റെ ഈ ദൗത്യം ചൈനീസ് സഭ ഏറ്റെടുത്തിരിക്കുന്നു. ലോകത്തിൻ്റെ കിഴക്കേ അറ്റത്ത് നിന്ന് യെരുശലേമിലേക്കൊരു മടക്കയാത്രയാണിത്. ഈ പ്രസ്ഥാനം ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. ഇതിൻ്റെ ചരിത്രം 1920കളിലെ ഷാൻഡോങ് പ്രവിശ്യയിലെ ജീസസ് ഫാമിലി സഭയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ത്യാഗം, ഉപേക്ഷിക്കൽ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, മരണം, ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. കാലം കുറെ മുന്നോട്ട് പോയപ്പോൾ ഈ ദർശനമൊക്കെ ആ സഭയ്ക്ക് നഷ്ടമായി. പക്ഷെ 1940കളിൽ നോർത്ത് വെസ്റ്റ് സ്പിരിച്വൽ മൂവ്മെന്റ് എന്ന ഒരു കൂട്ടായ്മ ഈ ഉൾവിളിയെ വീണ്ടും പുനർജീവിപ്പിച്ചു. 1946ൽ ഹെനാൻ പ്രവിശ്യയിലെ പാസ്റ്റർ മാർക്ക് മായുടെ നേതൃത്വത്തിലുള്ള 8 യുവ ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ പഴയ സിൽക്ക് റോഡ് വഴി സുവിശേഷം പ്രസംഗിക്കാൻ പുറപ്പെട്ടു. അവർ സ്വപ്നം കണ്ടത് യെരുശലേം വരെ എത്താനാണ്. പക്ഷെ അവർ സ്വയം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി: ഞങ്ങൾ അവിടം വരെ എത്തണമെന്നില്ല, പക്ഷെ സിയോൻ മലയിലേക്കുള്ള പാതയിൽ ഞങ്ങളുടെ രക്തം ചിന്താൻ വരെ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ പാസ്റ്റർ സൈമൺ ഷാവോ എന്ന മറ്റൊരു നേതാവ് ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, എനിക്ക് യെരുശലേമിലേക്ക് പോകാൻ കഴിഞ്ഞില്ലായിരിക്കാം, പക്ഷെ ഈ ദർശനം പൂർത്തിയാക്കാൻ ഒരു തലമുറയെ അങ്ങ് എഴുന്നേൽപ്പിക്കണം. അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകി. ദശകങ്ങളോളം നീണ്ട പീഡനങ്ങൾക്ക് ശേഷം ഈ ദർശനം ഒരു പുതിയ രൂപം പ്രാപിച്ചു. ആധുനിക കാലത്തെ ഈ സജീവമായ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ശക്തി സ്രോതസ്സുകളായി ചിലരുണ്ട്. 1 ബ്രദർ യുൻ, 2 പീറ്റർ സു യോങ്സെ, 3 ഇനോക് വാങ്. ഈ 3 ധീരന്മാർ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ മാത്രം 40 വർഷത്തിലധികം തടവിൽ കഴിഞ്ഞവരാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ലോകമെമ്പാടുമുള്ള മുഖമാണ് ബ്രദർ യുൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ദ ഹെവൻലി മാൻ ജയിലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അദ്ദേഹത്തിന്റെ കഥ പറയുന്നു. ഒരു സൈനിക ജയിലിൽ നിന്ന് മറ്റാരുടെയും സഹായമില്ലാതെ പത്രോസിനെ യെരുശലേമിലെ ജയിലിൽ നിന്ന് ദൂതൻ പുറത്തേക്ക് കൊണ്ടുവന്നതുപോലെ അദ്ദേഹം പുറത്തേക്ക് എത്തുന്ന അത്ഭുതകരമായ കഥയാണത്. അത്ഭുതങ്ങളും രക്തസാക്ഷിത്വത്തിനുള്ള സന്നദ്ധതയുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത്. ഇവർ ലക്ഷ്യമിടുന്നത് 1,00,000 മിഷണറിമാരെ ചൈനയിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അയക്കണമെന്നാണ്. പ്രധാനമായിട്ടും സിൽക്ക് റൂട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 51 രാജ്യങ്ങളെയാണ് ഇവർ ലക്ഷ്യമാക്കുന്നത്. ഈ രാജ്യങ്ങളിൽ ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമേ സുവിശേഷം കേട്ടിട്ടുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം, ഇങ്ങനെ വലിയൊരു സ്വപ്നം എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത്? അവരുടെ തന്ത്രങ്ങൾ വളരെ ലളിതവും എന്നാൽ ശക്തവുമാണ്. അണ്ടർഗ്രൗണ്ട് ചർച്ചുകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഒരു കേന്ദ്രീകൃത നേതൃത്വം ഇതിനില്ല. അതിനാൽ തന്നെ ഒരു ഗ്രൂപ്പ് പിടിക്കപ്പെട്ടാൽ പോലും മുഴുവൻ പ്രസ്ഥാനവും തകർന്നു പോകത്തില്ല. കൂടാതെ അവർക്ക് വളരെ ബുദ്ധിപൂർവ്വം തയ്യാറാക്കിയിരിക്കുന്ന
ബിസിനസ് ആസ് മിഷൻ എന്ന് പറയുന്ന നൂതനമായൊരു ആശയമുണ്ട്. മിഷണറിമാർക്ക് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാം. അവരേതെങ്കിലും ഒരു രാജ്യത്തെത്തുന്നു, അവിടെ ഒരു ബിസിനസ് ആരംഭിക്കുന്നു. അവരുടെ ഉപജീവനം നടക്കുന്നതോടൊപ്പം ഒന്നാം സ്ഥാനത്ത് അവർ സുവിശേഷം അറിയിക്കുക എന്നുള്ള ലക്ഷ്യം നിറവേറ്റുന്നു. മിഷണറിമാരെ സ്വാഗതം ചെയ്യാത്ത രാജ്യങ്ങളിൽ പോലും പ്രവേശിക്കുവാനും രഹസ്യമായി പ്രവർത്തിക്കുവാനും ഇതുമൂലം അവർക്ക് സാധിക്കുന്നു. ഇതെല്ലാം ദൈവരാജ്യത്തെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കൊണ്ടുവരുന്നതിനുള്ള അവരുടെ ധീരമായ ശ്രമങ്ങളുടെ ഭാഗമാണ്. ഈ പ്രസ്ഥാനം വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലും അവർ നേരിടേണ്ടി വരുന്നത് കഠിനമായ വെല്ലുവിളികളാണ്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചൈനീസ് സർക്കാരും ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനങ്ങൾ അതിശക്തമാക്കിയിരിക്കുകയാണ്. എല്ലാ രംഗങ്ങളിലും ക്രിസ്ത്യാനികളെ നിരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. ആളുകളെ തിരിച്ചറിയാൻ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി പള്ളികളിൽ സ്ഥാപിച്ചിരിക്കുന്നു. പാസ്റ്റർമാരെ ജയിലിൽ അടയ്ക്കുന്നു. പക്ഷേ ഈ പീഡനങ്ങൾക്ക് മുമ്പിൽ ചൈനീസ് സഭ തലകുനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ആ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷവുമായി യാത്ര ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പീഡനങ്ങൾ അവരെ കൂടുതൽ ശക്തരാക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. പീഡനത്തിന്റെ ചൂളയിൽ സ്ഫുടം ചെയ്തെടുത്ത ഉരുക്കുപടന്മാരായി തങ്ങൾ മാറിയിരിക്കുന്നു. ആളുകൾക്ക് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിന് ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഒരു വിശ്വാസി പറയുന്ന വാക്കുകളാണിത്. രോഗികളെ സൗഖ്യമാക്കുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന രീതിയാണ്. പ്രാർത്ഥനയിലൂടെയുള്ള അത്ഭുതങ്ങൾ ഒരു ഗ്രാമത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് ഇത്തരം അത്ഭുതങ്ങൾ കാരണമായ നിരവധി കഥകൾ അവർക്ക് പറയുവാനുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ബാക്ക് ടു ജെറുസലേം പ്രസ്ഥാനം ഒരു വെറും മിഷൻ ദൗത്യമല്ല. അത് ദൈവത്തിലുള്ള ഒരു ജനതയുടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും തെളിവാണ്. 1,00,000 മിഷണറിമാർ എന്നുള്ളത് ഒരു ദർശനമാണ്, ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം പൂർത്തിയാക്കുവാൻ വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായുള്ള ഒരു ഒരുക്ക ദൗത്യമായി അവർ ഇതിനെ കാണുന്നു. സുവിശേഷത്തിൻ്റെ ആഗോളയാത്ര പൂർത്തിയാകുമ്പോൾ യേശു മടങ്ങി വരുമെന്നുള്ള ആ ഉറച്ച ബോധ്യം അവർക്കുണ്ട്. രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുവാൻ പോലും അവർ തയ്യാറാണ്. ഈ വികാരം അവരുടെ ജീവിതത്തെയും പ്രവർത്തനത്തെയും നയിക്കുന്നു. യേശു മടങ്ങി വരുമ്പോൾ, യെരുശലേമിൽ കാലുകുത്തുമ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ചൈനീസ് മിഷണറിമാരുടേതായി അവിടെ ഉണ്ടാകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. ചൈനീസ് ക്രൈസ്തവരുടെ ഈ ധീരമായ യാത്രയെ നമുക്ക് ഓർക്കാം. യെരുശലേമിലേക്ക്, അതായത് ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് സുവിശേഷം തിരികെ കൊണ്ടുപോകുവാനുള്ള ഈ വിളിയിൽ അവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക എന്ന ദൗത്യമാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. അവരുടെ സുരക്ഷയ്ക്കായി, ഈ ദൗത്യത്തിന്റെ വിജയത്തിനായി ഒരു ഉൾവിളി നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ. ഒരാവേശം കൊണ്ട് നമ്മുടെ ഹൃദയം തുളുമ്പട്ട് ദൈവനാമം നമ്മുടെ പ്രാർത്ഥനകളിലും മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക്
ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.